ശബരിമല ദ്വാരപാലക ശില്പപാളി കേസിലും തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. നിലവിൽ കട്ടിടപ്പാളി കടത്തിയ കേസിൽ അറസ്റ്റിലായ റിമാൻഡിൽ കഴിയ തന്ത്രിയെ ജയിലിലെത്തിയാണ് SIT സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നാളെ കസ്റ്റഡി അപേക്ഷ നൽകാനും അന്വേഷണ സംഘം തീരുമാനിച്ചു. അതേസമയം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അരുണ്, തന്ത്രിക്ക് എന്തായാലും കുരുക്ക് മുറുകയാണ്, ഒപ്പം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും. രണ്ടാമത്തെ കേസിലും മുൻ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ജയിലിലെത്തിയാണ് അന്വേഷണ സംഘം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നേരത്തെ കട്ടിളപ്പാളി കേസിലാണ് ആദ്യം തന്ത്രിയെ കസ്റ്റഡി എടുക്കുകയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഇപ്പോൾ ദ്വാരപാലക ശില്പങ്ങൾ കടത്തിക്കൊണ്ടുപോയ കേസിലും തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. തന്ത്രിയുടെ അനുമതിയില്ലാതെ ദ്വാരപാലക ശില്പങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോകാനാകില്ല. ദേവന്റെ അനുജ്ഞ പ്രകാരം തന്ത്രി പറയാതെ അവിടെ നിന്ന് ഒന്നും സന്നിധാനത്തിന് പുറത്തേക്ക് വിലപിടിപ്പുള്ള ഒന്നും, പ്രത്യേകിച്ച് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒന്നും പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ തന്ത്രി അറിയാതെ ഇത് പുറത്തു കൊണ്ടുപോയി എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നതും അവിടെ ഏതാണ്ട് 20 വർഷത്തിലേറെ നീണ്ട അടുത്ത ബന്ധം ഇയാളുമായി ഉള്ളതുമൊക്കെ തന്ത്രിക്ക് കുരുക്കാവുകയായിരുന്നു. അതേ തുടർന്നാണ് രണ്ടാമത്തെ കേസിലും തന്ത്രിയെ ഇപ്പോൾ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നാളെ കസ്റ്റഡി അപേക്ഷ തന്ത്രിയെ ഈ കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യണം അതിന്റെ ആവശ്യവുമായി അന്വേഷണ സംഘം കോടതിയെ സമീപിക്കും. കസ്റ്റഡി ലഭിക്കാൻ തന്നെയാണ് സാധ്യത. ഇതേസമയം കഴിഞ്ഞ ബോർഡിന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തൊട്ടുമുമ്പുള്ള പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളും തുറക്കുകയാണ്. ചോദ്യം ചെയ്യാൻ വീണ്ടും നോട്ടീസ് നൽകിയിട്ടുണ്ട്. നേരത്തെ ഈ വിഷയത്തിൽ തന്നെ പ്രശാന്തിന്റെ മൊഴിയെടുത്തതാണ്. അന്ന് കൂടുതൽ നടപടികളിലേക്ക് പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും വിളിച്ചു വരുത്തുകയാണ്. 2019 ഉണ്ടായതുപോലെ വീണ്ടും ഈ ബോർഡിന്റെ കാലത്തും സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയി ചെന്നൈ സ്മാർട്ട് ഗ്ലേഷ്യർസിലേക്ക് കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്താൻ കൊണ്ടുപോയിരുന്നു. അതും നിയമവിരുദ്ധമാണ്, അല്ലെങ്കിൽ ശബരിമലയിലെ ദേവസ്വം ബോർഡിന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതിൽ എന്താണ് ക്രമവിരുദ്ധമായി നടന്നിട്ടുള്ളത്, അങ്ങനെയെങ്കിൽ പ്രശാന്തിന്റെ പങ്കെന്താണ്, സാമ്പത്തികമായി പ്രശാന്തിന് ഏതെങ്കിലും തരത്തിൽ ഇത് നേട്ടമുണ്ടാക്കിയിട്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സ്വാഭാവികമായി അന്വേഷണമുണ്ടാകും. മുൻ പ്രസിഡന്റ് പത്മകുമാറിനെയും അറസ്റ്റ് ചെയ്ത ഏകദേശം സമാനമായ കുറ്റകൃത്യത്തിനാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പ്രശാന്തിന്റെ അറസ്റ്റിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല. ഏതായാലും അന്വേഷണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ കൂടുതൽ ഉന്നതരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചനകൾ തന്നെയാണ് പുറത്തുവരുന്നത്. രണ്ടാമത്തെ കേസിലും തന്ത്രിയെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ശരിയാണോ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.